പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസിനെതിരെ മമതാ ബാനർജിയും പോലീസും എടുത്ത ലൈംഗിക പീഡന കേസിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ സ്റ്റേ. രാഷ്ട്രീയം കളിക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്നതിന് മുന്നറിയിപ്പ്. മമതാ ബാനർജിക്ക് വൻ തിരിച്ചടിയാണിത്. സഹോദരി എന്ന് താൻ വിളിച്ച മമതയെ ഇനി ദൈവത്തിന് പോലും രക്ഷിക്കാൻ ആകുമോ എന്ന സംശയം. വിധി അറിഞ്ഞ് ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് പ്രതികരിച്ചു. കൊൽക്കത്തയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇങ്ങനെ. പശ്ചിമ ബംഗാൾ ഗവർണർക്കെതിരായ ലൈംഗിക പീഡന അന്വേഷണ കേസിൽ മമതാ സർക്കാരിനും ബംഗാൾ പോലീസിനും നേരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നിരിക്കുകയാണ്. കേസ് അന്വേഷണം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഗവർണർ ഡോക്ടർ ആനന്ദ് ബോസിനെ ദുരുദ്ദേശപരവും കൃത്രിമവും നികൃഷ്ടവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ആരോപണങ്ങളുടെ പേരിൽ അപമാനിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ മമതാ സർക്കാരിനെ കൊൽക്കത്ത ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആനന്ദ് ബോസിനെതിരെ പീഡന പരാതികളുമായി ചിലർ രംഗത്ത് വരികയായിരുന്നു. എങ്കിലും ഊതി വീർപ്പിച്ച ബലൂൺ പോലെ അത് പൊട്ടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ അതിഗംഭീരമായ വിധി, അതും ഗവർണർക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. മമതയുടെ പോലീസ് രാജിന്റെ വലിയ തോൽവിയാണിത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഗവർണറുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അന്വേഷണവും നടത്താനാവില്ല. കൽക്കത്ത ഹൈക്കോടതി ഗവർണറുടെ പീഡന പരാതിയിൽ അന്വേഷണം നടത്താനിരുന്ന മമതയും പോലീസിനെയും ഇപ്പോൾ ഈ വിധിയിലൂടെ പ്രഹരിച്ചിരിക്കുകയാണ്. ഒരു ഗവർണർക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും പോലീസിനെ ഗവർണർക്കെതിരെ ഉപയോഗിക്കാനുമുള്ള നീക്കങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം എന്ന് മമതാ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മമതാ ബാനർജിയുടെ കുതന്ത്രങ്ങൾക്കുള്ള അടി തന്നെയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. ഗവർണർമാർക്ക് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം ലംഘിച്ച് രാഷ്ട്രീയ കാരണങ്ങളാൽ മമതയുടെ സർക്കാർ ബംഗാൾ ഗവർണർക്കെതിരെ കള്ളക്കേസ് ചുമത്തി, രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി, രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുകയും ചെയ്തു. ഈ നടപടികളൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് വിധിക്കുകയും അന്വേഷണം സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നടപടികളും എഫ്ഐആറും റദ്ദാക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഇപ്പോൾ തന്നെ മുറിക്കുള്ളിൽ ഇരുത്തുകയും ഹർജിക്കാരൻ വഴിതടയുകയും ചെയ്തതായിട്ടാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. പരാതിക്കാരിയും മറ്റ് ജീവനക്കാരും അവരുടെ ബാഗും ഫോണും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചതായി പരാമർശമുണ്ട്. ഇതല്ലാതെ ഹർജിക്കാരിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് അറിയുന്നു. 2024 ജൂൺ 17 വരെ ഇപ്പോൾ കേസ് അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ബംഗാളിൽ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് അധികാരമേറ്റ കാലം മുതൽ അദ്ദേഹം അഴിമതിക്കും ആക്രമത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുകയാണ്. ക്രിമിനലുകളെ ഒതുക്കി, പാർട്ടി ഓഫീസിൽ ബലാത്സംഗം നടത്താനായി എത്തിക്കുന്ന ഇരകളെ രക്ഷിച്ചു. പീഡനം അനുഭവിച്ച സ്ത്രീകൾക്കായി അദ്ദേഹം രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിട്ടു. മമതയുടെ പോലീസ് ഏർപ്പെടുത്തിയ നിരോധന ഉത്തരവുകൾ ധിക്കരിക്കുകയും സ്ത്രീകളെയും ഗ്രാമീണരെയും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു തെമ്മാടി ഷാജഹാൻ ഷേഖിനെ തൂക്കിയെടുത്ത് അകത്തിട്ടു. ഇതൊക്കെ ഡോക്ടർ സി.വി. ആനന്ദ് ബോസിന്റെ കരുത്തും നീക്കവുമായിരുന്നു. സന്ദേശ് ഖാലിയിലെ ഡോക്ടർ ബോസിന്റെ സാന്നിധ്യം അവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു ജ്യേഷ്ഠനെ നൽകി. അവർ അധികാരങ്ങളുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് അവരെ അഴിച്ചുമാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു. മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കിൽ ഒരു ലാപ്സ് ഉണ്ടായിരിക്കുകയാണ്. അത് സ്ത്രീകളുടെ സന്ദേശ് ഖാലി പ്രക്ഷോഭം ബംഗാളിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ കാരണമായി. ഇതിനെയെല്ലാം നേരിടാൻ ആനന്ദ് ബോസ് എന്ന ഗവർണറെ നാടുകടത്തുക എന്നത് തന്നെയായിരുന്നു മമതയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏക വഴി. കാരണം ബുദ്ധിയിലും ശക്തിയിലും ആനന്ദ് ബോസിനെ ഇല്ലാതാക്കാൻ ആകില്ല. അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. അദ്ദേഹം IAS-കാരുടെ കാരണവരാണ്. ആകെ പിന്നെ മമതയുടെ മുന്നിൽ ഉണ്ടായിരുന്ന വഴി പെൺകേസിൽ പെടുത്തി നാറ്റിച്ച് ഓടിക്കുക എന്നതാണ്. എന്തായാലും അദ്ദേഹത്തെ നാട് കടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യമിട്ട് മമത നടത്തിയ നീക്കം ഇപ്പോൾ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട രാജ്ഭവന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: രാജ്ഭവനിലെ പോലീസ് ഔട്ട് പോസ്റ്റിനുള്ളിൽ പലതും കെട്ടിച്ചമച്ചതാണ്. ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിനും കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുന്നു. ഒരു സിവിൽ സമൂഹത്തിന്റെ നട്ടല്ലാണ് പോലീസ്. പോലീസിലെ ഒരു വിഭാഗം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആ സംസ്ഥാനത്തിന് നാശമാണ് സംഭവിക്കുക. ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നിർബന്ധങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടും നിഷ്പക്ഷമായും പോലീസ് പ്രവർത്തിക്കണം. അഴിമതിക്കും അക്രമത്തിനും എതിരായ നിലപാട് സ്വീകരിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ മമതാ ബാനർജി പോലീസിനെ ഉപയോഗിക്കുകയായിരുന്നു. ഭരണഘടനയും നിയമവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ അതീവ തൽപരനാണ്. ഗുരുതരമായ സ്വഭാവമുള്ള ഇനി പറയുന്ന ഭരണഘടനാ പരാജയങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ രാജ്ഭവൻ സംസ്ഥാന സർക്കാരിന് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിരിക്കുകയാണ്. നന്ദിഗ്രാമിൽ നടന്ന ക്രമസമാധാന സംഭവം ഒരു മരണത്തിൽ കലാശിച്ചു. ഇത് പ്രദേശത്തെ ഗുരുതരമായ സമാധാന ലംഘനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. സന്ദേശ് ഖാലിയിലും അനുബന്ധ കാര്യങ്ങളിലും കേന്ദ്ര ഏജൻസിക്ക് നേരെയുള്ള ആക്രമണം, സന്ദേശ് ഖാലി കേസുകളിലെ പ്രധാന പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിന്റെ കാരണങ്ങൾ, ഭൂപതി നഗറിലെ കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണം, 2024 ജനുവരിയിൽ പുരുലിയ ജില്ലയിലെ
നേരെ ചില സാധുക്കൾക്കെതിരെ നടത്തിയ ആക്രമണം, ശ്രീ രാജു ബിസ്ത MP ചൂണ്ടിക്കാണിച്ച ഹർ ഘർ ജൽ പദ്ധതിയിലെ അഴിമതി പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുക, ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ വ്യാജവും നിയമവിരുദ്ധവുമായ TET കുറിച്ച് അന്വേഷിക്കാനുള്ള അഭ്യർത്ഥന, 2023 ഓഗസ്റ്റിൽ സിലിഗുരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തിലും CBI അന്വേഷണത്തിന് അപേക്ഷ. ഈ പറഞ്ഞവ കൂടാതെ രാജ്ഭവനിൽ ലഭിച്ച അഴിമതിയുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകളുണ്ട്. ഇതും സംസ്ഥാന സർക്കാരിന് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഇവയ്ക്കൊന്നും ഇതുവരെ മറുപടികൾ ലഭിച്ചിട്ടില്ല. ഗവർണർക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കാൻ രാജ്ഭവനിൽ നിയോഗിച്ചിരിക്കുന്ന കൊൽക്കത്ത പോലീസ് സംഘത്തെ സർക്കാരിന്റെ പണയക്കാരായും ചാരന്മാരായും ഉപയോഗിച്ചു എന്നാണ് മറ്റൊരു വിഷയം. ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ രാജ്ഭവനിലേക്ക് AP ഔട്ട് പോസ്റ്റിലെത്തി 1.5 മണിക്കൂർ അവിടെ പോലീസിനൊപ്പം ചിലവഴിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. കുറ്റാരോപിതന്റെ വീഡിയോ PSL നിർമ്മിക്കുകയും പിന്നീട് പൊതുസഞ്ചയത്തിൽ റിലീസ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്രതിയെ പോലീസ് ജീപ്പിൽ കയറ്റി ലോക്കൽ PS രാജ്ഭവനിൽ നിയമിച്ചിരിക്കുന്ന ധാരാളം ഓഫീസ് ജീവനക്കാരെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഗവർണറെ ചാരപ്പണി ചെയ്യാൻ അവർ നിർബന്ധിതരാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ വിസമ്മതിച്ചവർക്ക് മുമ്പാകെ ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയച്ചു. അതുവഴി ഗവർണറുടെ അരികിൽ നിൽക്കുന്ന രാജ്ഭവൻ ജീവനക്കാരിൽ ഭയാശങ്ക സൃഷ്ടിക്കാൻ ശ്രമിച്ചു. റിക്രൂട്ട്മെന്റ് കുംഭകോണം, പൊതുവിതരണ കുംഭകോണം, അഴിമതി, രാഷ്ട്രീയ ആക്രമം, വർധന എന്നിങ്ങനെയുള്ള സർക്കാരിന്റെ എല്ലാ പാളിച്ചകളിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരു ഉപകരണമായി ഗവർണറെ ഉപയോഗിക്കാനുള്ള വൃഥാശ്രമത്തിലാണ് മുഖ്യമന്ത്രി. ഗുണ്ടാ സംസ്കാരവും ജനങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന്റെ ഭയാനകമായ സംഭവങ്ങളും സർക്കാർ തന്നെ അംഗീകരിക്കുന്ന ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബഹുജന നേതാവും സാധാരണ നേതാവും തമ്മിലുള്ള വ്യത്യാസം മനഃപൂർവ്വം ഇവിടെ മറികടന്നിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ആർക്കെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തുക. അങ്ങനെ നിർത്തിയാൽ അത് ബംഗാളിലെ ജനങ്ങൾക്ക് വലിയൊരു സേവനമായിരിക്കും. പോലീസിന്റെ പരിഗണനയിലുള്ള ഒരു കാര്യത്തിലും രാഷ്ട്രീയം പാടില്ല. ഒരു ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. 50 വർഷത്തിലേറെയായി തന്റെ കരിയറിലും കർമ്മയുഗത്തിലും ഉടനീളം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കുകയോ അച്ചടക്കവും മര്യാദയും അല്ലാതെ മറ്റൊന്നും പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ് ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ്. സർവശക്തനിൽ അദ്ദേഹത്തിന് അപാരമായ വിശ്വാസമുണ്ട് എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ നേതാവിന്റെ ഈ പൊതു നിലപാട് ഭരണത്തിന്റെ സാധാരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം മമതയെ കുറ്റപ്പെടുത്തി പറഞ്ഞു. കംദുനി കൂട്ടബലാത്സംഗം, കൊലപാതകം, ഹൻസ്ഖാലി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ്, പാർക്ക് സ്ട്രീറ്റ് ബലാത്സംഗ കേസ് തുടങ്ങി നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഗവർണർ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ പൊതു നിലപാട് ജനങ്ങളുടെ മനസാക്ഷിയെ സ്തംഭിപ്പിച്ചു, രാജ്യത്തുടനീളം അലയൊലികൾ സൃഷ്ടിച്ചു. മമതാ ബാനർജി എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഗവർണർ ആനന്ദ ബോസ് വ്യക്തമാക്കി. മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അവരെ തന്നെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും ഡോക്ടർ CV ആനന്ദ ബോസ് പറഞ്ഞു. പക്ഷെ അത് ദൈവത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്തമാണ് മമതയെ രക്ഷിക്കുക എന്നത്. താൻ സഹോദരിയായി കരുതുന്ന സ്ത്രീ ഒരു തവണ പോലും സ്ഥിതിഗതികൾ വിലയിരുത്താതെ തനിക്കെതിരെ പരസ്യമായ ആക്രമണം അഴിച്ചുവിട്ടത് വ്യക്തിപരമായ തലത്തിൽ വേദനാജനകമാണ്. ഗവർണർ രാജ്ഭവൻ സാധാരണക്കാർക്കായി തുറന്നുകൊടുക്കുകയും മുഖ്യമന്ത്രി രാജ്ഭവന്റെ പ്രതീകാത്മക താക്കോൽ രാജ്ഭവനിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്ത ആളാണ് ഞാൻ എന്നും ആനന്ദ ബോസ് പറഞ്ഞു. അവന്റെ അരികിൽ ഇരിക്കുന്നത് പാപമാണ് എന്ന മമതാ ബാനർജിയുടെ വാദം ഒരു പരിഷ്കൃത സമൂഹത്തിൽ മാന്യനായ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പ്രസ്താവനകളാണ്. മമതാ ബാനർജി ജനനേതാവാണ്. ഒരിക്കൽ അവർ അലങ്കരിച്ച കസേര ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ്, ശ്രീ ജ്യോതി ബസു എന്നിവരുടേതായിരുന്നു എന്നും ഓർമ്മിപ്പിക്കുകയാണ്. മമതാ ബാനർജി പോയി ഒരു മുറിയിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കട്ടെ. അവർ പരസ്യമായി പറഞ്ഞത് പറയട്ടെ. അവർ സ്വയം വിധിക്കട്ടെ. ഗവർണർ ഡോക്ടർ ആനന്ദ ബോസ് രാജ്ഭവനിലെ എല്ലാ ജീവനക്കാരെയും തന്റെ മക്കളായിട്ടാണ് കാണുന്നത്. അത് തുടരും. ഗവർണർ ഡോക്ടർ ബോസ് രാജ്ഭവന്റെ ഗേറ്റുകൾ പുറത്തു നിന്നുള്ളവർക്കായി തുറന്നു കൊടുക്കുക മാത്രമല്ല, ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും രാജ്ഭവൻ ലഭ്യമാക്കുകയും ചെയ്തു. ദീപാവലി ഗെറ്റ് ടുഗദർ ആകട്ടെ, അല്ലെങ്കിൽ ഹോളി ഗെറ്റ് ടുഗദർ ആകട്ടെ, അല്ലെങ്കിൽ വിജയ സമ്മേളനമാകട്ടെ, ഡോക്ടർ ബോസ് എല്ലാ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുക്കാൻ ക്ഷണിക്കാറുണ്ട്. കുട്ടികളുടെ ചിരിയും സ്നേഹവും വാത്സല്യവും കൊണ്ട് തന്റെ പ്രിയപ്പെട്ട രാജ്ഭവൻ ഏറ്റെടുക്കുന്നത് കാണാൻ ഡോക്ടർ ആനന്ദ ബോസ് അവരുടെ മാതാപിതാക്കൾ അതുപോലെ എല്ലാ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുക്കാൻ ക്ഷണിച്ചു. ബംഗാളിലെ ജനങ്ങളെ സേവിക്കുന്നത് തുടരും. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഒപ്പം നിയമവാഴ്ചയുടെ വ്യാപനം ഉറപ്പാക്കുക. ഇതാണ് തന്റെ ലക്ഷ്യമെന്നും ഡോക്ടർ ആനന്ദ ബോസ് വ്യക്തമാക്കിയിരിക്കുകയാണ്.